ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 27-ാമത്തെ ആയത്താണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് നോക്കാം. അല്ലദീന, ഒരു വിഭാഗം ആളുകൾ, യൻഖുലൂന അവർ ലംഘിക്കുന്നുണ്ട്, അഹ്ദല്ലാഹി അള്ളാഹുമായിട്ടുള്ള അഹ്ദ് എന്ന് പറയാൻ എന്താ? കരാർ, ഉടമ്പടി. അതിനെ ലംഘിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. നഖ്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? നക്കീലാർ അല്ലേ? നഖ്ല് പറഞ്ഞാൽ എന്താണ്? ഫസ്ഖ് എന്ന് പറയും. ഫസ്ഖ് പറഞ്ഞാൽ എന്താ? വേർപിരിക്കുക എന്നുള്ളതാണ്. ശരിക്ക് അള്ളാഹുമായിട്ടുള്ള കരാറിനെ നഖ്ല് എന്ന പദം വെക്കാൻ കാരണം, ശരിക്കും നഖ്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഡറാക്കി വെച്ചതിനെ തിരിച്ച് അതേമാതിരി എന്ത് ചെയ്യുക? ഡിസോർഡർ ആക്കണതിനാണ് ഏത് പറയാ? ഭാഷയിൽ ഏത് പറയാ? നഖ്ല് എന്ന് പറയാം. ശരിക്കും അള്ളാഹുവും അള്ളാഹുവിന്റെ അടിമയും തമ്മിലുള്ള കരാർ എന്ന് പറഞ്ഞാൽ ഒരു ബലിഷ്ഠമായ കയറിനോടാണ് പരിശുദ്ധ ഖുർആൻ ചെയ്തിട്ടുള്ളത്, ഉപമിച്ചിട്ടുള്ളത്. നല്ല ശക്തമായി പിരിച്ച ഒരു കയറ് വിശ്വാസി എന്ത് ചെയ്യണം? മുറുക്കി പിടിക്കണം. അപ്പൊ അതിങ്ങനെ വിപരീതമായിട്ട് കഴിച്ച് അതിന്റെ ലൂസാക്കുമ്പോൾ എന്താണ്? അതിന്റെ ലംഘനമാണ്. അപ്പൊ ആ ഒരു രീതിയിലേക്കുള്ള ഒരു സാദൃശ്യപ്പെടുത്തൽ കൊണ്ടാണ് നഖ്ല് എന്ന പദം കൊടുക്കാനുള്ള കാരണം. അപ്പൊ അല്ലദീന, ഒരു വിഭാഗം ആളുകൾ, യൻഖുലൂന അവർ എതിര് പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലംഘിക്കുന്നുണ്ട്. എന്തിന്? അഹ്ദല്ലാഹി അള്ളാഹുമായിട്ടുള്ള കരാറിന് വിപരീതം പ്രവർത്തിക്കുന്നുണ്ട്. അള്ളാഹുമായിട്ടുള്ള കരാറ് പല രീതിയിലുണ്ട് എന്നാണ്. ഒന്ന്, നമ്മളെല്ലാവരും പടച്ചവനോട് സ്വീകരിച്ച വാങ്ങിയ ഒരു കരാറ്. എപ്പോഴാ? ആലമുൽ അർവായിട്ട് അള്ളാഹുമായിട്ട് ഒരു കരാർ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്താണ്? ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു താലയോട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാവരും ബല വാനാലിക്കമിനെ ഷാഹിദീൻ, ഞങ്ങളെന്താണ്? അള്ളാഹുവെ, നീ ഞങ്ങളുടെ റബ്ബാണ് എന്നൊക്കെ സമ്മതിച്ചു വന്നവരാണ് നമ്മളൊക്കെ. രണ്ടാമത്, പ്രവാചകന്മാരോട് അള്ളാഹു താല പ്രത്യേകം കരാർ വാങ്ങിയിട്ടുണ്ട്. എന്തിന്? അവരുടെ രണ്ടാമത് പ്രവാചകന്മാരെ മേല് നമ്മൾ എന്ത് ചെയ്യുക? കരാർ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെ വേർപിരിക്കാതിരിക്കുക, എല്ലാവരെയും തുല്യരായി കാണുക. ആ രീതിയിലുള്ള കരാറും അള്ളാഹുവിന്റെ അടിമകൾക്കുണ്ട്. പിന്നെ പ്രവാചകന്മാരോടുള്ള കരാറുണ്ട്, ആലിമീങ്ങളോടുള്ള കരാറുണ്ട്. ആലിമീങ്ങളോട്, ഇൽമിന്റെ ആളുകളോടുള്ള കരാർ എന്താണ്? സത്യം മൂടി വെക്കാതിരിക്കുക, ഹക്ക് എന്ത് ചെയ്യുക? എവിടെയാണെങ്കിലും പറയുക. ഈ ഒരു കരാർ ആരോടുണ്ട്? ആലിമീങ്ങളോട് ഉണ്ട്. സത്യം അറിഞ്ഞിട്ട് എന്ത് ചെയ്യുക? മുണ്ടാതിരിക്കാൻ പാടില്ല. സത്യം മൂടി വെക്കരുത് എന്നുള്ള കരാർ അവർക്കുണ്ട്. ആർക്കുണ്ട്? ഉലമാക്കൾക്കുണ്ട്. അപ്പൊ നോക്ക, അല്ലദീന, ഒരു വിഭാഗം ആളുകൾ, യൻഖുലൂന അവർ ലംഘിക്കുന്നുണ്ട്, അഹ്ദല്ലാഹി അള്ളാഹുമായിട്ടുള്ള കരാറിനെ, മിൻ ബഅദി മീസാഖിഹി അത് ശക്തിയുദ്ധം എന്താണ് നൽകിയ ശേഷം. മീസാഖിന്റെ ശക്തമായ ഉടമ്പടിക്കാണ് എന്ത് പറയാ? മീസാഖ്. അപ്പൊ നല്ല ശക്തമായ ഉടമ്പടി കരാർ പിന്നെ നൽകിയ ശേഷം അത് ലംഘിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 3 വിഭാഗം ആളുകളെ കുറിച്ച് ഈ ആയത്തിൽ പറയുന്നുണ്ട്. 3 വിഭാഗം ആളുകളെ കുറിച്ച് ഈ ആയത്തിൽ പറയുന്നുണ്ട്. ഒന്നാമത്തെ ആളുകളെ കുറിച്ച് ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആരാ ഒന്നാമത്തെ ആൾക്കാർ? ആരാ? ഇപ്പൊ പറഞ്ഞല്ലോ. ആരാണ്? അള്ളാഹുമായിട്ടുള്ള കരാർ ഉണ്ടാക്കിയിട്ട് ആ കരാറിനെ എന്ത് ചെയ്യാ? ലംഘിക്കുന്ന ആളുകൾ. അപ്പൊ നമ്മൾ ഈ ആയത്തിൽ, ഈ പദത്തിൽ ശ്രദ്ധിക്കേണ്ടത്, പടച്ചവനോട് നമ്മൾ ചിലപ്പോൾ പല കരാറും കൊടുക്കാറുണ്ട്, ലംഘിക്കാൻ പാടില്ല. എങ്ങനെ? പടച്ചവനെ, ഞങ്ങൾക്ക് പുറത്തു തരണേ, ഞാൻ തെറ്റും ചെയ്യൂല,
ഞാൻ എൻ്റെ സംസാരത്തെ സൂക്ഷിക്കാം, അല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം പഠിച്ചവനെ ഇങ്ങനെ അള്ളാഹുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് അടിമകൾ എന്ത് ചെയ്യുന്നുണ്ട്? കരാർ കൊടുക്കുന്നുണ്ട്. ആ കരാർ ലംഘിക്കുന്നവരും ഈ ആയത്തിൽ അള്ളാഹുത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ലാസ്റ്റ് 3 വിഭാഗത്തെ പരിചയപ്പെടുത്തുകയും ആ 3 വിഭാഗത്തിനെ ഉള്ള വിധി പറയുകയും ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ആരാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ലാസ്റ്റ് നമ്മളും ആ കരാർ ലംഘിച്ചാൽ അതിലാണ് പെടുക. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആരാണ് എന്ന് ഈ 3 വിഭാഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഈ 3 വിഭാഗത്തിൽ ലാസ്റ്റ് വരുന്ന അവസ്ഥ എന്താണെന്നും പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹുമായിട്ടുള്ള കരാറിന്റെ ഇപ്പൊ മാലിക് ദീനാർ എന്ന് പറയുന്ന പ്രമുഖനായ ഒരു സൂഫി ഉണ്ടായിരുന്നു. നമുക്കറിയാം, ചരിത്രത്തിൽ ഒരുപാട് പ്രാവശ്യം ഒരുപാട് കിതാബുകൾ പരാമർശിച്ചു. ആദ്യം വളരെ നല്ല രീതിയിൽ നടന്ന ആളൊന്നല്ല മാലിക് ദീനാർ. നമ്മൾ പറയുന്ന ചരിത്രത്തിലെ സഹാബിയായ മാലിക് ബിൻ ദീനാർ അല്ല കേട്ടോ. തസോഫിന്റെ കിതാബിൽ എപ്പോഴും മാലിക് ദീനാർ എന്ന് പറയുമ്പോൾ മാലിക് ബിൻ ദീനാർ തന്നെയാണ് ഒരാളുണ്ട്. അത് ആരല്ല, നമ്മൾ ഈ പറയുന്ന കേരളത്തിലേക്ക് വന്ന മാലിക് ബിൻ ദീനാർ അല്ല. സൂഫിയാക്കൾക്കിടയിൽ അറിയപ്പെട്ട വലിയ മഹാനായ ആരുണ്ട്? മാലിക് ബിൻ ദീനാറുണ്ട്. ആരല്ല, സഹാബിയല്ല. ആരാണ്? താബിയോ താബിന്റെ ശേഷമുള്ള ഒരു മഹാനാണ്. ചരിത്രത്തിൽ അറിയപ്പെട്ട വലിയ മഹാനാണ്. വളരെ മോശകരമായ ജീവിതം നയിച്ചിരുന്ന ഒരാളായിരുന്നു. വളരെ മോശകരമായ ജീവിതം നയിച്ചു. അങ്ങനത്തെ കുറെ ആളുകളുണ്ട് ചരിത്രത്തിൽ. പക്ഷെ ഇന്ന് തസൗഫിന്റെ കിതാബുകൾ ഉദാഹരണം എടുക്കാൻ ഇവരൊക്കെ വാക്കാണ് എടുക്കുന്നത്. അപ്പൊ അള്ളാഹുത്തല അവരെന്ത് ചെയ്യും? അത്രത്തോളം മാറ്റി. മഹാന്മാരെ മോശമായ ആളുകൾ നന്നാകണതിന് ഉദാഹരണം എടുക്കുന്നതിൽപ്പെട്ട ആളാണ് ആര്? മാലിക് ബിൻ ദീനാർ. ചില പ്രത്യേക നിമിഷത്തിൽ നിന്ന് അപാരമായ കുറ്റബോധം. മാലിക് ബിൻ ദീനാർ മരിക്കാൻ മാറാനുള്ള കാരണം എന്താ വെച്ചാല് അവർക്ക് പ്രസവിച്ച ഒരു 3-4 പ്രായമുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു അതിനോട്, അപാര ഇഷ്ടമായിരുന്നു. ആ കുട്ടി പെട്ടെന്ന് എന്ത് ചെയ്തു? മരണപ്പെട്ടപ്പോ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ മഹാനവർക്ക് ആ കുട്ടിയെ സ്വപ്നം കാണും. അപ്പൊ ഇദ്ദേഹം ഒരുപാട് അപകടങ്ങളിലേക്ക് ഇങ്ങനെ, അതിന്റെ ഇടയിൽ കുട്ടീനെ അങ്ങനെ കാണുന്നുണ്ട്. കുട്ടി ഇവരുടെ മടിയിൽ തലവെച്ച് കിടക്കണം. അതിൻ്റെ ഇടയിൽ ഇവരെ ഒരുപാട് അപകടങ്ങൾ തരണം ചെയ്യണം. അവിടെ നിന്നൊക്കെ ഇങ്ങനെ രക്ഷപ്പെട്ട് വരുമ്പോ ലാശി കുട്ടി പറയാണ്, വാപ്പ അങ്ങക്കൊന്ന് നന്നായിക്കൂടെ എന്ന് ചോദിക്കണം സ്വപ്നത്തിൽ. ആരോട്? മാലിക് ബിൻ ദീനാർ. പിറ്റേന്ന് നേരം വെളുത്തപ്പോ നിലപാടാണ്ട് മാറ്റി. അവിടുന്നാണ്ട് ഇരുന്ന തൗബയാണ്. അതിന്റെ ശേഷം ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വലിയ മഹാനായി ആര് മാറി? മാലിക് ബിൻ ദീനാർ മാറി. അപ്പൊ അല്ലാഹു തആല സ്വീകരിച്ച അത്രേ ഉള്ളൂ. അപ്പൊ ജീവിതത്തിലെ ചില നിമിഷങ്ങളായിരിക്കാം ചിലപ്പോ നമ്മളെ മാറ്റല്. ചില സംഗതികളിൽ നിന്നുള്ള നഷ്ടം നമ്മുടെ വിജയത്തിന് വേണ്ടിയായിരിക്കും. അപ്പൊ മാലിക് ബിൻ ദീനാറിന്റെ പിതൃ സഹോദര പുത്രൻ ഉണ്ടായിരുന്നു. ചെറുപ്പക്കാരൻ കുട്ടിയായിരുന്നു. ആ കുട്ടി എന്ത് ചെയ്യും? അന്നത്തെ ഭരണാധികാരിയുടെ ഉത്തരവാദിത്തത്തിൽ ഒരു മെയിൻ ചാർജ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പൊ ചാർജ് കിട്ടിയാൽ എന്താ വെച്ചാല് പ്രജകളെ നല്ല ഉപദ്രവിച്ചിരുന്നു. അത് മുമ്പേ ഹോബിയായിരുന്നു. നല്ല ആക്ഷൻ എടുത്തിട്ട് ഭയങ്കര അധികാരത്തിന്റെ പവർ നല്ല ഉപയോഗിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് വലിയൊരു രോഗം വന്നു. അപ്പൊ ഒരുപാട് ആളുകളെ ബുദ്ധിമുട്ടിച്ചല്ലേ. അപ്പൊ പഠിച്ചോനെ ഞാന് ഇനി അങ്ങനെ ചെയ്യൂല, എനിക്ക് പുറത്തു കൊണ്ടാ, എനിക്ക് എന്റെ ആരോഗ്യം തിരിച്ചു കൊണ്ടാ എന്നൊക്കെ പറഞ്ഞ നല്ലോതായിരുന്നു. അങ്ങനെ എന്തായി? അസുഖമൊക്കെ മാറി രണ്ടാമത് വീണ്ടും അധികാരത്തിൽ പോയപ്പോ പിന്നെ അതിനേക്കാൾ ഓവറായിട്ട് എന്ത് ചെയ്ത് കാട്ടാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടല്ലോ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അല്ലാഹു തആല മരണത്തിൽ നിന്ന് തിരിച്ച് ഒരു ജീവിതം കൊടുത്താൽ പിന്നെ അയാൾ നന്നായിട്ടില്ലെങ്കിൽ അതിന്റെ അടയാളം എന്താ? മുൻകഴിഞ്ഞ എല്ലാ തിന്മകളും ഒരു പാപങ്ങളും നന്മകളും അല്ലാഹു തആല സ്വീകരിച്ചിട്ടില്ല എന്നാ. ഒരു മനുഷ്യൻ സക്രാത്തിന്റെ ആളുകളിൽ റിട്ടേൺ വരുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ കൊറോണ സമയത്തൊക്കെ ഒരുപാട് ആളുകളുണ്ടല്ലോ. പിന്നെ അവർക്ക് മാറ്റം വന്നില്ലെങ്കിൽ ഭയങ്കര അപകടം. അങ്ങനെ രണ്ടാമത് അദ്ദേഹം വീണ്ടും രോഗിയായപ്പോ വീണ്ടും പഠിച്ചോണ്ട് എന്ത് ചെയ്ത്? നല്ലോ എന്ത് ചെയ്ത്? തൗബ ചെയ്ത്
അപ്പൊ വീണ്ടും മാറി, വീണ്ടും അധികാരത്തിൽ കയറി, പിന്നെ അതേപോലെ തന്നെ ആയപ്പോ പിന്നെ രോഗിയായി. അങ്ങനെ മൂന്നാമത്തെ രോഗിയായപ്പോ മാലിക് ദീനാർ എന്ത് ചെയ്ത്, ഈ അവസ്ഥ കണ്ടപ്പോ എന്ത് ചെയ്ത്, അദ്ദേഹത്തെ പിന്നെ പോയി സന്ദർശിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ സന്ദർശിച്ചപ്പോ പറഞ്ഞു, നീ അല്ലാഹു പടച്ചവനോട് നല്ല ഒരു. അങ്ങനെ മാലിക് ദീനാർ അദ്ദേഹത്തെ വീണ്ടും ലാസ്റ്റ് സന്ദർശിച്ചപ്പോ ചോദിച്ചാണ്, എനിക്കിങ്ങനെ പിന്നെയും വരാനുള്ള കാരണം എന്താ വെച്ചപ്പോ പറഞ്ഞു, ഞാൻ അള്ളാഹുമായിട്ട് എന്ത് ചെയ്തിരുന്നു, കരാർ ചെയ്തിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ എന്ത് ചെയ്തു, ലംഘിച്ചു, വീണ്ടും ലംഘിച്ചു, വീണ്ടും ലംഘിച്ചു, വീണ്ടും ലംഘിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, ആ അസുഖത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു, മരണപ്പെടുകയും ചെയ്തു. അപ്പൊ അള്ളാഹു താലയുമായിട്ടുള്ള നമ്മളെ ജീവിതത്തിലെ പല കരാറുകളുണ്ട്. ആ കരാറുകൾ ലംഘിക്കപ്പെടുമ്പോൾ ചിലപ്പോൾ അള്ളാഹു താല എന്ത് ചെയ്യാം, അങ്ങനെ തന്നെ പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അള്ളാഹു താല നമ്മളെ കാക്കണ്ട്. അപ്പൊ അല്ലദീന യൻഖുദൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയഖ്തഊന, മുറിക്കുകയും ചെയ്യുന്നുണ്ട്, മാ ഒന്നിനെ അമറല്ലാഹു, അള്ളാഹു താല കൽപ്പിച്ചിട്ടുണ്ട്, ബിഹി, ആ ഒന്നുകൊണ്ട്, അൻ യൂസല, ചേർക്കാൻ. അപ്പൊ അള്ളാഹു താല ബന്ധം ചേർക്കാൻ പറഞ്ഞ ഒരു ബന്ധത്തെ മുറിക്കുകയും ചെയ്ത ആളുകൾ. രണ്ടാമത്തെ വിഭാഗം, അള്ളാഹു താല നിർബന്ധമായും ചേർക്കണമെന്ന് പറഞ്ഞ ചില ബന്ധങ്ങളുണ്ട്, ആ ബന്ധത്തെ മുറിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ. അതാരായിരിക്കും? പല ബന്ധങ്ങളാകാം. മോമിനികളുമായിട്ടുള്ള ബന്ധം ചേർക്കേണ്ട സ്ഥലത്ത്, പല സ്ഥലത്തും മോമിനികളുമായിട്ടുള്ള ബന്ധം എന്ത് ചെയ്യാം, ചില സാഹചര്യത്തിൽ എന്ത് ചെയ്യാം, മുറിക്കുന്നവരാകാം. അല്ലെങ്കിൽ പ്രവാചകന്മാർക്കിടയിൽ വേർപിരിക്കുന്നവരാകാം, ഒക്കെ ബന്ധം മുറിക്കലാണ്. അല്ലെങ്കിൽ ചില കിതാബിനെ അംഗീകരിച്ച് ചില കിതാബിനെ തിരസ്കരിക്കുന്നവരാകാം. ഇതൊക്കെ നോർമലി പറയുന്ന കാര്യങ്ങളാണ്. ഒന്നും ഇവിടെ ബാധകമല്ല. നമുക്ക് പ്രവാചകന്മാരോടൊന്നുമില്ല അഭിപ്രായ വ്യത്യാസമില്ല, ഒരു ഗ്രന്ഥത്തിലൂടെ നമുക്ക് എന്തില്ല അഭിപ്രായ വ്യത്യാസമില്ല. ഇവിടെ ബാധകമാണ് സംഗതി ഉണ്ട്. എന്താ? റഹ്മി, കുടുംബബന്ധം മുറിക്കും. അല്ലാഹു തആല നിർബന്ധമായും ചേർക്കണം എന്ന് പറഞ്ഞ സംഗതിയാണ് കുടുംബബന്ധം. ആ ബന്ധം മുറിക്കുന്നവർ ഈ ആയത്തിന്റെ പരിധിയിൽ വരുമെന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ മൂന്ന് വിഭാഗത്തിൽ ഒന്ന് കരാർ ലംഘകരാണ്. കരാർ ലംഘകരായിട്ട് നമ്മൾ എങ്ങനെ വരുമെന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത് ബന്ധം അല്ലാഹു തആല ചേർക്കണം എന്ന് പറഞ്ഞാൽ ആ ബന്ധത്തെ ചേർക്കാതെ മുറിക്കുന്നവരാണ്. ആ മുറിക്കുന്നവർ നമ്മൾ എങ്ങനെ വരുമെന്നാണ് ഞാൻ പറയുന്നത്. ഖാത്തിഉർ റഹിം, കുടുംബബന്ധം മുറിക്കുന്നവർ. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഒരുപാട് ഹദീസുകൾ മഹാന്മാർ കൊടുത്ത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കുടുംബബന്ധം പുലർത്തണം, വലോ ബി സലാം എന്ന്. ഒരു സലാം കൊണ്ടെങ്കിലും എന്ത് ചെയ്യണം, ഒരു ബന്ധം നിങ്ങൾ പുലർത്തണം. അല്ലാതെ അവനെ കണ്ടാൽ ഞാൻ എന്ത് ചെയ്യില്ല. ആ ബന്ധം ചേർക്കേണ്ട വലിയൊരു സംഗതിയാണ് ഏത്, സലാം പറയല്. കുടുംബബന്ധം മുറിക്കാതെ കാളെ ലാസ്റ്റ് പോയിന്റ് ആയിട്ടൊരു പ്രവാചകൻ പറഞ്ഞ എന്താ, ഒരു സലാമെങ്കിലും എന്ത് ചെയ്യണം, പറയണം. അല്ലെ അവനെ കണ്ടാൽ മുണ്ടാതിരിക്കുക, തിരിഞ്ഞു കളയുക. സലാം പറഞ്ഞാൽ എന്ത് ചെയ്യുക, സലാം അടിക്കുക. സലാം പറഞ്ഞാൽ എന്ത് ചെയ്യില്ല, മടുക്കൂല എന്ന് പറയാ. അതൊക്കെ വലിയ വലിയ മധുവാണ്. അവനാന്റെ മധു പറയണ്. ഓൻ സലാം ചെല്ലിയാൽ എന്ത് ചെയ്യില്ല, ഞാൻ പഠിക്കും എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ അത്രയും മോശക്കാരനാണെന്നാണ് ഈ പറയുന്നത്. അത് ഫഖറാണോ? അല്ല, അവനാന്റെ ഏറ്റവും വലിയ ന്യൂനതയാണ് പറയുന്നത്. അല്ലെങ്കിൽ ബാപ്പ പറയുന്ന മക്കളോട്, നിങ്ങളാണ്ട് പോകാൻ പാടില്ല, അങ്ങോട്ട് പോകണം, എനിക്കൊന്നില്ല, ഇഷ്ടമില്ല, ബാപ്പാക്ക് പൊരുത്തല്ല. അല്ലെങ്കിൽ ചില ആളുകൾ എന്തൊക്കെയാ ചെയ്യണത്, ഞാൻ മരിച്ചാൽ ഓൻ എന്ത് ചെയ്യണ്ട കാണിച്ചു. ഇതിന്റെ പേര് വലിയ വലിയ കുടുംബകലഹങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്, മയത്തിന്റെ പ്രശ്നം. ഇതൊക്കെ എന്തൊരു ബന്ധം മുറിക്കലങ്ങൾ ആലോചിച്ച് നോക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, ഇദാ ഹദറന്നാസുൽ, പിന്നെ ജനങ്ങൾക്ക് ഇൽമുണ്ടാവുകയും അവർ ആ ഇൽമിനെ പാഴാക്കുകയും തഹാബു ബിൽ അൽസിന, നാവ് കൊണ്ട് ഭയങ്കര ഇഷ്ടം വെക്കും. ഇങ്ങോട്ട് അവർക്ക് നാവ് കൊണ്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും. തബാഗളു ബിൽ ഖുലൂബി, ഹൃദയം കൊണ്ട് ഭയങ്കര വെറുപ്പായിരിക്കും. നാവ് കൊണ്ട് ഭയങ്കര ഇഷ്ടം. കമ്മിറ്റി ഇങ്ങനെ കൂടുമ്പോൾ എല്ലാവരും അങ്ങോട്ട് മുഖത്തൊക്കെ ചിരിച്ച് ആചാര്യ സുഖല്ലേ റാത്തല്ലേ എന്നൊക്കെ പറയും. ഉള്ളിലോ കാണിച്ചിട്ടാന്ന് പറയും അല്ലേ. അടുത്ത കമ്മിറ്റിക്ക് യാചന എടുക്കാൻ സമ്മതിക്കോ? പണ്ടാരത്തിനെ എങ്ങനെ യുവാക്കണം നോക്കണേ. അപ്പൊ എന്താ, നാവുകൊണ്ട് ഭയങ്കര ഇഷ്ടം, ഹൃദയം കൊണ്ടോ വലിയ വെറുപ്പ്. ഒന്നിച്ചാ നടക്കുക, ഒന്നിച്ചാ ഉറങ്ങുക, ഒന്നിച്ച് വർത്താനം പാട്ടിലൊക്കെ ഉണ്ടാവും.
കൽബ് തമ്മിൽ എന്തില്ല, യാതൊരു ബന്ധവുമില്ല. അപ്പൊ ഹൃദയം കൊണ്ട് വെറുക്കുന്നവർ, ആലോചിച്ചു, നാവ് കൊണ്ട് ഇഷ്ടപ്പെടുകയും ഹൃദയം കൊണ്ട് വെറുക്കുകയും ചെയ്യുന്നവർ, വത്തഖാതുൽ അർഹാമ, കുടുംബബന്ധം മുറിക്കുന്നവർ, ലഅനഹുമുല്ലാഹ്, ലഅനഹുമുല്ലാഹ്, അല്ലാഹു തആല അവരെ എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ ശപിച്ചിട്ടുണ്ട്. അപ്പൊ നാവുകൊണ്ട് ഇങ്ങനെ സോപ്പിടുക, കൽബോണ്ട് വെറുക്കുക. ഇനി നാവുകൊണ്ട് സോപ്പിട്ടില്ല പാടില്ല, ഹൃദയം കൊണ്ട് എന്തുണ്ടാകാൻ പാടില്ല, വെറുക്കാൻ പാടില്ല. ഒരു മുഅ്മിനായ മനുഷ്യന് കൽബ് കൊണ്ട് ഹൃദയത്തിൽ ഒരു ഹൃദയത്തിൽ ഒരാളോട് എന്തുണ്ടാകാൻ പാടില്ല, വെറുപ്പുണ്ടാകാൻ പാടില്ല. അതാണ് സ്വർഗാവകാശി. സ്വർഗത്തിൽ അല്ലാഹുവിൽ എത്തിയ ആദ്യം ചെയ്യുന്ന പണി എന്താ, എല്ലാവരും ഹൃദയത്തിലെ ഈ ഉൾപ്പകകൾ എന്ത് ചെയ്യുക, ഒഴിവാക്കണം. അപ്പൊ ഒരാളെ മനസ്സിൽ ഹൃദയത്തിൽ ഉൾപ്പക മുഴുവൻ ഒഴിവായ അയാൾക്ക് മനസ്സിലാക്കാം അയാൾ ജീവിച്ചിരിക്കുന്ന ആരാണ്, സ്വർഗവാസിയാണ്. ലഅനഹുമുല്ലാഹ്, അല്ലാഹു തആല അവരുടെ ശാപം അവരുടെ മേലുണ്ടാവും. ഇന്ദദാലിക, ആ സമയത്ത്. ഫഅസമഹും വഅമ അബ്സാറും, അല്ലാഹു തആല അവരെ ബധിരരും അതുപോലെ അന്ധരും പിന്നെ മൂഖരുമാക്കി അല്ലാഹു തആല മാറ്റും. എന്ന് പറഞ്ഞാൽ എല്ലാ നന്മയും സുമ്മും ബുക്കുമും ഒമ്പിയും എന്ന് പറയുന്ന പോലെ അവസ്ഥയിൽ അവരുടെ മനസ്സിനെ അല്ലാഹു തആല മാറ്റുമെന്നാണ്. ആരെ? ബന്ധങ്ങൾ മുറിക്കുന്നവരെ, കുടുംബബന്ധം മുറിക്കുന്നവരെ ഹൃദയം കൊണ്ട് വെറുക്കുകയും നാവ് കൊണ്ട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആൾക്കാരെ ഇവരൊക്കെ എന്ത് ചെയ്യും, ഇവരുടെയൊക്കെ ഹൃദയത്തിന്റെ നൂറിനെ അല്ലാഹു തആല എന്ത് ചെയ്യും, അല്ലാഹു തആല കളയുമെന്നാണ് ഹദീസിൽ മനസ്സിലാവുന്നത്. ഒരു ഹദീസിൽ കാണാം, സലാസത്തുൻ ഫീ ദില്ലി അർശില്ലാഹി യൗമൽ ഖിയാമ, 3 വിഭാഗം ആളുകൾ അള്ളാഹുവിന്റെ നാളെ അർശ് അവർക്ക് എന്തായാലും കിട്ടുമെന്നാണ്. ഒന്ന്, ഒരു സ്ത്രീയാണ്, ആ സ്ത്രീയുടെ ഭർത്താവ് മരിച്ച് അവൾക്ക് യത്തീം കുട്ടികളുണ്ട്. അപ്പൊ അവൾക്ക് വിവാഹാലോചന വന്നപ്പോ അവൾ പറഞ്ഞു, ഞാൻ എന്റെ കുട്ടികളെ എന്ത് ചെയ്യട്ടെ, എവിടെയെങ്കിലും ഒന്ന് എത്തിക്കട്ടെ, എന്നിട്ട് മതി എനിക്ക് കല്യാണം എന്ന് പറഞ്ഞ കുട്ടികളെ പ്രൊട്ടക്ഷൻ ഏറ്റെടുത്ത് അവരെ വളർത്തി വലിയ അവസ്ഥയിൽ എത്തിക്കുന്ന ഒരു സ്ത്രീക്ക് 100% അർശിന്റെ തയ്യാൻ ആര് കൊടുക്കും, പഠിച്ചവൻ കൊടുക്കും. ഉറപ്പാണെന്ന ഉറപ്പാ. ചില മാമാരല്ലേ മാപ്പിളാര് മരിച്ചാല് നിന്റെ കുട്ടികളെ നോക്കിയിട്ട് ഒന്ന് വലുതാക്കിയിട്ട് മതി എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചു. എന്നാൽ കുട്ടികളും മക്കളുള്ള സ്ത്രീകൾ കുട്ടികളെയും മക്കൾ ഇട്ടിട്ട് വേറെ മാപ്പിളാരൊപ്പം പോണതുമില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ കുട്ടികളെ വരെ ഒഴിവാക്കിയിട്ട് കുട്ടികളെ കൊന്നുകാണ്ട് പോണമാരില്ല, കുട്ടികളെ കൊന്നിട്ട് വേറെ ആൾപ്പം ജീവിക്കാൻ പോണ ആൾക്കാരാണ്. എന്തൊരു ക്രൂരതയാണ്. ആലോചിച്ച് നോക്കൂ. ഒരു കുട്ടിയെ അപ്പൊ എത്ര ഇസ്ലാം അതിന്റെ മൂല്യം കൊടുക്കണേ? ആ കുട്ടിയെ നോക്കി വളർത്തിയാൽ തന്നെ ആ സ്ത്രീക്ക് എന്താണ്, സ്വർഗം ഉറപ്പാ. അർശിന്റെ തണലിട്ടാറിന പിന്നെ അവിടെ നിന്നൊക്കെ കിട്ടൂലേ. നരകത്തിൽ പോണ ആൾക്ക് അർശിന്റെ തണൽ കിട്ടോ? സ്വർഗത്തിൽ പോണവർക്ക് തന്നെ മുഴുവൻ ആൾക്കാർക്ക് ഏത് കിട്ടൂല, അർശിന്റെ തണൽ കിട്ടൂല. അപ്പൊ അർശിന്റെ തണൽ ഇട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏത് കിട്ടും? സ്വർഗം കിട്ടും. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ അയാൾ ഭക്ഷണം വെച്ചിട്ട് മിസ്കീന്മാർക്കും എത്തിൻകുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യുക, ഭക്ഷണം അങ്ങനെ കൊടുക്കുന്ന ആള്, ആ ഒരു സ്വഭാവക്കാരന് അർശിന്റെ തണലുണ്ടാവും. മറ്റൊരു സംഗതി, മറ്റൊരു മനുഷ്യൻ അയാളുടെ കുടുംബബന്ധം പുലർത്തുന്നവനാണ്. അങ്ങനെ കുടുംബബന്ധം പുലർത്തുന്ന വ്യക്തി ഇങ്ങോട്ട് ബന്ധമില്ലെങ്കിലും ആവശ്യമുള്ള സമയത്ത് അങ്ങോട്ട് ബന്ധമൊക്കെ ഉണ്ടാക്കി മെയിൻറ്റെയിൻ ചെയ്ത് അവരെന്ത് പറഞ്ഞാലും നമ്മളെ ഭാഗം ക്ലിയർ ചെയ്യാന്നുള്ളവർക്ക് ബന്ധം പുലർത്തുന്ന വ്യക്തിക്ക് അല്ലാഹു തആല അവന്റെ റിസ്കിൽ വിശാലത കൊടുക്കും, അവന്റെ കാലാവധി നീട്ടിക്കൊടുക്കും. വയകൂന തഹ്ത ദില്ലിൽ അർശി റബ്ബിഹി, അള്ളാഹുവിന്റെ അർശിന്റെ തണലിൽ അവനെ ആക്കുകയും ചെയ്യും. പഠിച്ചവൻ പറഞ്ഞതിനെ നിർബന്ധമായും ചേർക്കാൻ പറഞ്ഞതിനെ വിച്ഛേദിക്കുന്ന ആളുകൾ. അപ്പൊ കുടുംബബന്ധം ഇതിൽ വലിയ പോയിന്റാണ് എന്ന് മഹാന്മാർ ഈ തഫ്സീറിന്റെ പുസ്തകങ്ങൾ പറയണം. ലാ യദ്ഖുൽ ജന്നത ഖാതിഉ റഹീമിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കാണാം. കുടുംബബന്ധം മുറിച്ചവൻ ഒരിക്കലും എവിടെ കടക്കൂല, സ്വർഗത്തിൽ കടക്കൂല. ബന്ധം മുറിച്ചുകൊണ്ട് മരണപ്പെട്ടെങ്കിൽ നേരെ സ്വർഗത്തിൽ ഒരിക്കലും പ്രവേശിക്കൂല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾ കൂടിയിരിക്കുന്ന സദസ്സിൽ പറഞ്ഞു, ഈ കൂട്ടത്തിൽ കുടുംബബന്ധം മുറിച്ച ആളുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കണ്ടെന്നുണ്ട്. എന്റെ ഈ സദസ്സിൽ കുടുംബബന്ധം മുറിച്ച ആളുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കണ്ടെന്നുണ്ട്. അപ്പൊ ഒരു സഹാബി കഴിഞ്ഞിട്ട് പോയി. എന്നിട്ട് എന്ത് ചെയ്ത്, കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു, അവിടെ വന്നിരുന്നു. റസൂൽ ചോദിച്ചു, എവിടേക്കാ പോയത് ചോദിച്ചു. ഞാൻ എന്റെ അമ്മായിനെ കുറിച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അമ്മായി എത്രയായാലും
പൊരുത്തപ്പെടില്ല. ഞാൻ പറഞ്ഞ് അമ്മേനെ പൊരുത്തപ്പെടിച്ച് ഇപ്പൊ റാഹത്തായി വന്നിട്ട് ഇപ്പൊ എനിക്ക് ഇവിടെ ഇരുന്നൂടെ ഇരിക്കല്ലോ, അങ്ങനെ വന്നാണെന്ന് പറഞ്ഞു. വിശ്വാസം പറഞ്ഞ സാൽ ഞാൻ പറഞ്ഞെന്താവും, ഞാൻ പറയാനുള്ള കാരണം എന്താ, കുടുംബബന്ധം മുറിച്ച ആള് ഒരു സഹസിലുണ്ടെങ്കിൽ ദ്വയർന്നാല് ഉത്തരം കിട്ടൂല. അതുകൊണ്ടാണ് പറഞ്ഞത് എന്നാര് പറഞ്ഞ് സുള്ളാർ. അപ്പൊ കുടുംബബന്ധം മുറിച്ചാണ്ട് ഒരു സഹസിൽ പോയിരിക്കുമ്പോ ആ സഹസിനോട് ചെയ്യുന്ന ദുൽമാണത്. അപ്പോ അള്ളാഹു തആല ചേർക്കാൻ പറഞ്ഞ ആ ഒന്നിനെ എന്ത് ചെയ്യാ, മുറിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ. വയുഫ്സിദൂന ഫിൽ അർളി, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾ. സത്യത്തെ പരിഹസിക്കുക, ഈമാനെ തടയുക, ഇങ്ങനത്തെ കുറെ ആളുകൾ. അത് പിന്നെ ഫസാദുകൾ വേറെ കുറെ ഫസാദുകളുണ്ട്. ഫസാദ് എന്താ നമുക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോ 3 വിഭാഗങ്ങൾ ആളുകൾ: അള്ളാഹുമായി കരാർ ലംഘനം നടത്തുന്നവർ, ബന്ധങ്ങൾ മുറിക്കുന്നവർ, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവർ. ഈ ആളുകൾക്കാരാ, ഈ ആളുകൾ ആരാണ്? ഉലൈകഹുമുൽ ഖാസിറൂൻ, തീർച്ചയായിട്ടും അവർ വൻ പരാജയികളാണ്. എന്താ അവരുടെ വൻ പരാജയം? ശാശ്വതമായ സ്വർഗം കിട്ടുന്നതിന് പകരം അതിഭീകരമായ നരകത്തെ കരസ്ഥമാക്കപ്പെടുന്നവരാണ്. അവർക്ക് കിട്ടേണ്ടത് എന്താണ്? സ്വർഗമായിരുന്നു. പക്ഷെ അവർക്ക് കിട്ടിയത് ഇപ്പൊ ഏതാണ്? നരകമാണ്. അത് അവരുടെ ഏറ്റവും വലിയ പരാജയമാണ്. ശരിക്കും എല്ലാ മനുഷ്യരും സ്വർഗത്തിൽ, ഒരു ചില മഹാന്മാരുടെ റിപ്പോർട്ടിൽ കാണാം, ഹദീസാണോ എനിക്കറിയില്ല, ഒരുപാട് പ്രസിദ്ധമായ വാക്കാണ്, എല്ലാ മനുഷ്യരും സ്വർഗത്തിൽ കുടുംബവും പിന്നെ സൗകര്യങ്ങളൊക്കെ അള്ളാഹു തആല എന്ത് ചെയ്തിട്ടുണ്ടോ, ചെയ്തു വെച്ചിരിക്കുന്നത്. മുഅ്മിനാകട്ടെ അവിശ്വാസിക്കാകട്ടെ എന്നാ. മനുഷ്യവർഗത്തിൽ എല്ലാവർക്കും സ്വർഗത്തിൽ എന്തുണ്ട്? സ്ഥലമുണ്ട്. അതുപോലെ തന്നെ കുടുംബമുണ്ട്. കുടുംബത്തെ അള്ളാഹു തആല വെച്ചിട്ടുണ്ടെന്നാ. ഞാൻ സ്വർഗത്തിൽ പോയാൽ എനിക്ക് ആ കുടുംബത്തെ കിട്ടും. ഖാദിമികൾ ഉണ്ടാവും, സ്വർഗീയ വാസസ്ഥലം ഉണ്ടാവും. ഇത് ആർക്കുണ്ട്? മുഅ്മിനും ഉണ്ട്, അവിശ്വാസിക്കുണ്ട്. പക്ഷെ അവിശ്വാസി സ്വർഗത്തിൽ എത്താത്തതുകൊണ്ട് അതെന്ത് ചെയ്യും? അയാൾക്ക് പകരം വേറെ മുഅ്മിൻ അള്ളാഹു തആല എന്ത് ചെയ്യും? അത് ഓഹരി വെച്ചു കൊടുക്കും. അപ്പൊ അയാൾക്ക് യഥാർത്ഥത്തിൽ കിട്ടേണ്ട ഒരുപാട് കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യണ്? അവിടെ നഷ്ടപ്പെടുന്നു. ഉലൈകഹുമുൽ ഖാസിറൂൻ, അവർ തീരാ നഷ്ടത്തിലാണ്. അപ്പൊ 3 വിഭാഗങ്ങൾ മഹാനഷ്ടക്കാരാണ് എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. 1 അല്ലാഹുമായി കരാർ ലംഘിച്ചവർ, 2 ബന്ധങ്ങൾ വിച്ഛേദിച്ചവർ, 3 ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവർ. മഹലിലാകട്ടെ, ദീനിലാകട്ടെ, പ്രസ്ഥാനത്തിലാകട്ടെ, കുടുംബത്തിലാകട്ടെ. ദീനിൽ ഫസാദ് ഏതായാലും നമ്മൾ ഉണ്ടാക്കണ്ടാവില്ല. കാരണം പഠിച്ചവനോ ദീനിൽ ഫസാദ് നമുക്ക് കുറവാണ്. കാരണം വെച്ചാൽ പഠിച്ചവനോട് നമുക്ക് വിയോജിപ്പൊന്നുമില്ല, അല്ലെങ്കിൽ പ്രവാചകന്മാരെ വിയോജിപ്പില്ല, അല്ലെങ്കിൽ ആരെയും ഇസ്ലാം സ്വീകരിക്കുന്ന തടയൊന്നുമില്ല, അല്ലെങ്കിൽ സത്യത്തിനെ കളിയാക്കുന്നില്ല. പക്ഷെ നാട്ടിൽ ഫസാദ് ഉണ്ടാക്കുന്ന ആളും ഈ ആയത്തിന്റെ പരിധിയിൽ വരുമെന്നും കൂടി എന്ത് ചെയ്യുക? ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നത് എന്താണ്? നാട്ടിൽ ഫസാദ് ഉണ്ടാക്കലും ഭൂമി തന്നെയാണ്. നാട് ഭൂമിന്റെ ഭാഗമല്ലേ. അപ്പോ ആ വക ഫസാദുകളൊക്കെ ഈ ആയത്തിൽ പെടും എന്നും കൂടി മനസ്സിലാക്കുക. അള്ളാഹു തആല നമ്മളെ കാക്കട്ടെ. അള്ളാഹു തആല പറഞ്ഞും കേട്ടും എല്ലാം സ്വലിഹ് അമലാക്കി സ്വീകരിക്കട്ടെ. അള്ളാഹു തആല നമുക്ക് പുറത്തു തരട്ടെ.